ഇപ്പോൾ ഇൽമ് എന്നൊക്കെ പറയുമ്പോഴേക്ക് സാധാരണക്കാർക്ക് വലിയ കുറേ കിതാബുകളെ പേരൊക്കെ പറയണം. അതേസമയത്ത് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് സാധാരണ ഒരു റിയാദുസ് സ്വാലിഹീൻ, അതുപോലെ ഫത്ഹുൽ മുഈൻ, ഇങ്ങനെ അതിലുള്ള ഇൽമ് തന്നെ ഏറ്റവും വലിയ ഇൽമാണ് എന്നുള്ള ആ ഒരു ബഹുമാനം കാണിക്കുകയാണ്. റിയാദുസ് സ്വാലിഹീൻ അല്ല, സാധാരണ ഭക്ഷണം കഴിച്ചാൽ ഒരു ഹദീസൊക്കെ ഓതി അതെ, നമ്മൾ ചെല്ലുമ്പോഴൊക്കെ കയ്യിലെടുത്ത് റിയാദുസ് സ്വാലിഹീൻ എടുത്തരാ. അത് ഇമാം നവവി തങ്ങളല്ലേ അത് ആ രീതി കോർവാക്കി കൊണ്ടുവരുന്നത്. അതെ അതെ, ആ ഒരു ബഹുമാനം കൽബിന്ന് പോകുന്നതുകൊണ്ട് തന്നെയാണ് ദീന് ഇല്ലാതായി പോകുന്നത്. തീർച്ചയായും. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഒരിക്കൽ ഈ അല്ലൈൻ സുന്നി സെൻറ്ററിൽ വന്നപ്പോൾ ഇതാരാണിതിങ്ങനെ കൊണ്ടു നടക്കുന്ന ആളെന്ന് ചോദിച്ചപ്പോൾ അത് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദാണെന്ന് ഷെയ്ഖുനാനോട് ആളുകൾ പറഞ്ഞു. അപ്പോൾ ഷെയ്ഖുന പറഞ്ഞു അത് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ മഹത്വം. അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഒരു ജീവിതവും ശൈലിയും അറിയുന്ന ആർക്കും അറിയാം. അവിടുന്ന് അറിഞ്ഞുകൊണ്ടൊരു സുന്നത്ത് എന്തായാലും നഷ്ടപ്പെടുത്തൂല. നമ്മൾ കണ്ടിടത്തോളം പൊതുവേ നമ്മൾ ശ്രദ്ധിക്കാത്ത ഏത് സുന്നത്തായാലും അതല്ലെങ്കിൽ ഒരു വിഷയത്തിൽ എന്താണ് സുന്നത്ത് എന്ന് നമുക്ക് ധാരണ അല്ലെങ്കിലും അത്തിപ്പറ്റ ഉസ്താദ് എന്താ ചെയ്യുന്നത് നോക്കിയാൽ മതി. എന്നാൽ എന്തായാലും അതിലൊരു ഒരു പുതിയ ഭക്ഷണം കഴിക്കുന്നിടത്തും സലാം പറയുന്നതും കൈയെടുക്കുന്നിടത്തും അത്ര പൂശുന്നിടത്തും ഏത് സാധാരണ ചെയ്യുന്ന ഒരു ഷർട്ടിൻ്റെ ബട്ടൺ ഇടുന്ന വിഷയമാണെങ്കിൽ പോലും എല്ലാത്തിനും സുന്നത്തുകൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ ഭക്ഷണത്തിൻ്റെ വിരല് മുമ്പുന്നതിൻ്റെ സുന്നത്ത് പലപ്പോഴും ഇങ്ങനെ ആദ്യ സമയത്തൊന്നും നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു, ഇബാറത്ത് കണ്ടില്ലായിരുന്നു. പിന്നെ അത് അത്തിപ്പറ്റ ഉസ്താദിൽ നിന്ന് ആദ്യം കാണുന്നത്. ഉസ്താദ് ഇങ്ങനെ ആദ്യം നടുവിരൽ മുമ്പി, പിന്നെ ചൂണ്ടുവിരൽ മുമ്പി, പിന്നെ തള്ളവിരൽ മുമ്പി, ഇങ്ങനെ വരുന്നത്. പിന്നെ കിതാബുകളിൽ അങ്ങനെ തന്നെ കാണുന്നത്, അതിൻ്റെ ഒരു തർത്തീബ് അതാ കാണുന്നത്. അതുപോലെ ഒരിക്കൽ അബുദാബിന്ന് അല്ലൈനിലേക്കുള്ള യാത്രയിൽ ഒരു ഖബർസ്ഥാന പരിധിയിലെത്തിയപ്പോൾ ഉസ്താദ് 11 ഇഖ്ലാസ് സൂറത്ത് ഓതി. അപ്പോൾ ഈ ഖബറിൻ്റെ അടുക്കൽ 11 ഇഖ്ലാസ് സൂറത്ത് എന്തിനാന്ന് അന്ന് ബോധ്യമായില്ല. പിന്നെ ഉസ്താദുമായി അടുത്ത് ബന്ധമുള്ളവരോട് ചോദിച്ചപ്പോൾ അത് ഉസ്താദിൻ്റെ ആദത്താണെന്ന് തിരിഞ്ഞു. പിന്നെയാണ് അതുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് കണ്ട് ഖബറിൻ്റെ അടുക്കൽ നടന്നു പോകുമ്പോൾ 11 ഇഖ്ലാസ് ഓതിയാൽ മൊത്തം മയ്യത്തിൻ്റെ എണ്ണം അനുസരിച്ച് അള്ളാഹു ദോഷം പൊറുക്കുന്നുള്ള ഹദീസ്. നമ്മൾ പൊതുവെ ശ്രദ്ധിക്കാത്ത കുറേ സുന്നത്തുകൾ അങ്ങനെ ഉസ്താദിൻ്റെ ജീവിതത്തിൽ നമുക്ക് ഒരു അത്ഭുതമായി തോന്നുന്ന കാര്യം, ഉസ്താദിന് വലിയ ഒരു തഹഖീഖുള്ള ഒരു ആലിമ് എന്നുള്ള പദവിയിലൊന്നും അറിയപ്പെടാതെ ആളുകളിങ്ങനെ മസല ചോദിക്കാനൊക്കെ ചെല്ലുന്ന, ഫത്വ കൊടുക്കുന്ന അങ്ങനത്തെ ഒരു വലിയ ആലിമായിട്ടൊന്നും അങ്ങനെ ഒരു ശുഹറത്തൊന്നും ഉസ്താദിൻ്റെ പേരിൽ വന്നിട്ടില്ല. ഉസ്താദ് ദാക്കിറായി ജീവിക്കുന്ന ഒരു ആബിദായ മനുഷ്യൻ, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഉസ്താദ് ചെയ്യുന്ന മുഴുവനും ഈ ഫിഖ്ഹിൽ കാണുന്നത്, കിതാബിൽ കാണുന്നത്, ഇതേ ഉസ്താദ് ചെയ്യുന്നുള്ളൂ. ഒരു സുന്നത്തിന് പോലും എതിര് കാണുന്നില്ല, ഭാഷയിൽ പോലും വരുന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് ആ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു മോശമായ വാക്ക് പറഞ്ഞാൽ അപ്പോഴേക്കും ഉസ്താദിൻ്റെ മുഖഭാവം മാറണല്ലോ. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഉസ്താദിൻ്റെ ഖൽബ് പോകണത് പെട്ടെന്ന് എത്തുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്. ഉസ്താദ് ചെയ്യുന്നൊക്കെ നമുക്ക് എങ്ങനെ നോക്കി പിന്നീട് ഇപ്പോഴും കാണാത്ത കുറേ ഉണ്ടാവും, ഒക്കെ ഇനിയും കിതാബിൽ കാണാനുള്ളത്. പിന്നെ ചെറിയ ഒരു നന്മ ചെയ്താൽ പോലും അതിന് ശുക്ർ ചെയ്യും. നമ്മളെ ഈ മോങ്ങം ഭാഗത്ത് ജവാദ് ഡോക്ടർ ഉണ്ടല്ലോ, അവരെ വീട്ടിലേക്ക് ഉസ്താദ് ഒരിക്കൽ അങ്ങനെ വണ്ടിയായിട്ട് വരുമ്പോൾ അവിടെ ഒരു പണിക്കാരുണ്ട്, ഹിന്ദിക്കാരനാണ്. അപ്പോൾ അയാൾ ഡോറ് തുറന്നു, അവിടുത്തെ ഗേറ്റ് തുറന്നിട്ട് അവിടെ ഒരു കല്ലുണ്ടായി, അത് മാറ്റി കൊടുത്തു. അപ്പോൾ അയാളെ കയ്യിൽ ഉടനെ തന്നെ ഹദിയ എടുത്ത് കൊടുത്തു. ഒരു ചെറിയ നന്മ കിട്ടിയ ഇതാണ്. അപ്പോൾ അതിനേക്കാൾ വലിയ ശുക്ർ അങ്ങോട്ട് ചെയ്യുന്നൊരു മനസ്സ്, ഒരു ഷാക്കിറിൻ്റെ ഖൽബ് എപ്പോഴും ഉസ്താദിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതൊരു നന്മ നമുക്ക് കിട്ടും എന്ന് കാണുന്ന ഒരു കാര്യത്തിലേക്ക് പിന്നെ ചെയ്യാം എന്ന് കരുതി കാത്തിരിക്കില്ല, അപ്പം ചെയ്യാന്നുള്ളതാണ്. നമ്മളെ ഫസൽ തങ്ങളൊരു അനുഭവം എഴുതിയിട്ടുണ്ട് ഉസ്താദിൻ്റെ അനുസ്മരണ പതിപ്പിൽ. അവരിങ്ങനെ ഏറുവാടിയിലേക്ക് ഒരു സിയാറത്തിന് പോകുന്ന സമയത്ത് എല്ലാവരും നോമ്പുകാരാണ്. അപ്പോൾ ഈത്തപ്പഴമുണ്ട്, പിന്നെ പോകുന്ന വഴിയിൽ ഉസ്താദ് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കരുതിയ നോമ്പ് തുറക്കാൻ ഏറുവാടിക്കല്ലേ പോകുന്നത്, ചിലപ്പോൾ ഹോട്ടലിൽ എല്ലാ സ്ഥലത്തും കാണണമെന്നില്ലല്ലോ. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഈ ഫ്രൂട്ട്സ് കൊണ്ടാവുമെന്ന് കരുതിയിരിക്കുകയാണ്. അങ്ങനെ ഒരു പള്ളി എത്തിയപ്പോൾ പള്ളിയിൽ മഗ്‌രിബ് നിസ്കരിക്കാൻ ഇറങ്ങി, നിസ്കാരം കഴിഞ്ഞു, അവിടുന്ന് നോമ്പൊക്കെ തുറന്നു. പിന്നെ ഉസ്താദിൻ്റെ പണി ഫ്രൂട്ട്സ് എടുത്തിട്ട് വിതരണം ചെയ്യുക. അപ്പോൾ അവിടെ കുറേ ചെറിയ മക്കളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഫ്രൂട്ട്സ് വിതരണം ചെയ്യാൻ. അപ്പോൾ ഇവരെ കൂടുതലുള്ള 1-2 പേര് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം മാറ്റി വെച്ചു, കാരണം നോമ്പ് തുറക്കണമല്ലോ, അടുത്തൊന്നും ഹോട്ടലിൽ കാണുന്നില്ല. അപ്പോൾ ഉസ്താദ് കുറേ ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞ ശേഷം ചോദിച്ചു ഫ്രൂട്ട്സ് കഴിഞ്ഞോന്ന് വെച്ചു. പിന്നെ അവരുള്ളത് കൂടെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉസ്താദ് ലില്ലാഹി അള്ളാഹിൻ്റെ പൊരുത്താഗ്രഹിച്ച് അങ്ങനെ കൊടുത്തു പോവാണ്. എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പിരിഞ്ഞു പോരുമ്പോൾ ആ നാട്ടിലൊരാൾ ഉസ്താദിന് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് ഒന്നിച്ച് വരുന്നുണ്ട്. അല്ല
ആ സമയത്ത് പോലും എൻ്റെ നോമ്പ് തുറ എന്നുള്ളതിനേക്കാളേറെ പരിഗണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. അല്ലാഹു തിരിച്ചു പരിഗണിക്കുന്ന. അതെ അതെ. ഒരു പൂച്ച ഉണ്ടായിരുന്നു അല്ലയിലേക്ക് ഉസ്താദ് പോകുന്ന സമയത്ത് കണ്ട ദാഹിച്ച് അവശയായി കിടക്കുന്ന 2 പൂച്ചകളെടുത്ത് കൊണ്ടുപോയിരുന്നു. അങ്ങനെ റിഫായ് ഷേഖിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ അങ്ങനെ കാണാറുണ്ടല്ലോ, മൃഗങ്ങളെ പോറ്റി വളർത്തിയ. എന്നിട്ട് ആ 2 പൂച്ചനെ ഉസ്താദ് റോഡ് സൈഡിൽ നിന്ന് എടുത്തിട്ട് മടിയിലൊരു ഒരു ശീലമൊക്കെ വെച്ച് അതിൽ ആ പൂച്ചനിട്ടു. അതിന് വെള്ളമൊക്കെ കൊടുത്ത് അതിനെ അല്ലൈൻ സുന്നി സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് വളർത്തി. അതിന് ഭക്ഷണമൊക്കെ കൊടുത്ത് അതിനെല്ലാ സൗകര്യം ചെയ്ത് നമ്മൾ അവസാനം മൂത്ത മകന് അല്ലൈനിലേക്ക് വരുമ്പോൾ ആദ്യം ഏൽപ്പിക്കുന്നത് പൂച്ചനെയാണ്, സുന്നി സെൻറ്ററിനല്ല, പൂച്ചനെ നോക്കാൻ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഒരു സമ്പന്നനായ ഒരു മനുഷ്യനെ അങ്ങോട്ട് കയറി വരുമ്പോൾ പൂച്ചുണ്ട് പുറത്ത്. സ്വാഭാവികമായിട്ടും പൂച്ച അങ്ങനെ ശല്യം ചെയ്യുമ്പോൾ നമുക്കൊരു സ്വഭാവമാണ്, കാലുണ്ണം തട്ടിയിടുമല്ലോ, അല്ലെങ്കിൽ ഒന്നാണ്ട് കൈകൊണ്ട് നീക്കുമല്ലോ. അങ്ങനെ ഒന്ന് തട്ടിയതായിരുന്നു. അതിൽ ഉസ്താദിൻ്റെ മുഖഭാവം മാറി. എന്നിട്ട് ചോദിച്ചു, നിങ്ങളിപ്പോൾ ഒരു വീട്ടിലേക്ക് കയറി പോകുമ്പോൾ ആ വീട്ടിൽ ഗേറ്റിൻ്റെ അടുക്കൽ 2 കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടികളെ തട്ടിയിട്ടാണോ പോവുക? ഇതല്ലല്ലോ ചെയ്യേണ്ടതെന്ന്. ആ പൂച്ചനെ പോലും ആ ഒരു അർത്ഥത്തിൽ പരിഗണിക്കുന്ന ഒരു വലിയ മനസ്സ് ആർക്കും വേണ്ട, റബ്ബിന് വേണ്ടി ചെയ്യാന്നുള്ള ഒരു നിലപാട്. നമ്മളിപ്പോൾ ഈ പറയുന്നൊക്കെ വേണമെങ്കിൽ വാർത്തയാക്കാൻ വേണ്ടി നമുക്കൊക്കെ ചെയ്യാവുന്നതാണ്. അതെ അതെ. വാർത്തയാക്കാൻ വേണ്ടി നമ്മൾ പക്ഷികൾക്ക് വെള്ളം കൊടുക്കും. ആകെ ജീവിതത്തിൽ ഒരു തവണ വെള്ളം കൊടുത്തിട്ടുള്ളൂ, അത് ഫോട്ടോ പത്രത്തിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആർക്കോ വേണ്ടി ചെയ്യുന്നതാണോ? ഉസ്താദിന്റെ നിത്യജീവിതം മുഴുവനും ഇങ്ങനെ പരിഗണിക്കുക, ആദരിക്കുക, സ്നേഹിക്കുക. അതെല്ലാവരെയും, മനുഷ്യനായാലും മൃഗമായാലും. എൻ്റെ ഒരു സുഹൃത്ത് സിദ്ദീഖാണ് പേര്, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ്. അപ്പോൾ എന്താ പേരെന്ന് ഉസ്താദ് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞപ്പോഴേക്ക് സിദ്ദീഖ് തങ്ങളെ ഓർത്തിട്ട് പിന്നെ ഈ കുട്ടീനെ ബഹുമാനിക്കുകയാണ്. പേര് അബൂബക്കർ സിദ്ദീഖായി എന്നൊരൊറ്റ കാരണത്താൽ ഇയാളെ ബഹുമാനിക്കുകയാണ്. അതെ അതെ. അപ്പം അങ്ങനെ കാണുന്നതും കേൾക്കുന്നതിലൊക്കെ ഒരു ഈമാനികമായ ഒരു പ്രത്യേക രീതി. ഈ മുഹമ്മദ് എന്ന പേരിൻ്റെ കൂടെ ചേർക്കുന്ന പേരിൽ ഉസ്താദ് ഭയങ്കര സീരിയസ് ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യോജിക്കാത്ത പേരാണെങ്കിൽ ഉസ്താദിന് തീരെ പറ്റൂല. പൊതുവെ മറ്റൊരു പേര് ചേർക്കാതിരിക്കാൻ ഉസ്താദ് നിർദ്ദേശിക്കുക. അതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യോജിക്കാത്തൊരു ഇസ്മങ്ങാനും ആണെങ്കിൽ ഉസ്താദിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അദബ് തന്നെയാണ് ഏറ്റവും വിഷയം. ഈ അദബ് എന്ന് പറയുന്നതിൽ നമ്മളെ സംസാരത്തിനും നമ്മുടെ സാഹചര്യത്തിനും വേണ്ടി നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കും. ചിലപ്പോൾ ഇപ്പോൾ ദുആയിലൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ നല്ല നല്ല ലഫ്ളുകളും വാചകവും ഒപ്പിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യും. പക്ഷെ അവിടെയൊക്കെ ഒരു അഫ്ളലായ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഉപയോഗിച്ചു അങ്ങനെ തന്നെ പറയാം. അതിലേക്ക് നമ്മളെ വകയായിട്ടൊന്നും കൂട്ടിച്ചേർക്കണ്ട. ഇപ്പോൾ ഖുതുബയിലൊക്കെ തൊയ്യിബ് സറാഹും ഇവിടെ അല്ലാഹുമ്മ ഗുഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി എന്ന ദുആ അത് പൂർണ്ണമായി ചൊല്ലണം. അതിൽ പകുതിക്ക് നിർത്തിപ്പോകെ നമ്മളെ വക വേറെ കൂട്ടിക്ക് ചേർത്താൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ തൊയ്യിബ് സറാനാബ സറാഹുന്ന് ചില ആൾക്കാർ ചേർക്കും. ഒരിക്കൽ സുന്നിമാലിൽ മലപ്പുറത്ത് സുന്നിമാലിൽ ഉസ്താദ് വന്ന് ഉസ്താദ് പോകുന്ന സമയത്ത് പോയി ചെരുപ്പിട്ടു. അതിന് ശേഷം പിന്നെ ഉസ്താദ് കയറി വരുന്നുണ്ട്. ഇത് ഓർമ്മ വന്നപ്പോൾ പറയാൻ വേണ്ടിയാണ്. എന്നോട് പറഞ്ഞു ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആയിൽ വരെ മാറ്റം വരുത്തിയിട്ട് ഇങ്ങനെയൊക്കെ ദ്വാരക്കുന്നുണ്ട്, അപ്പോൾ അത് നമുക്ക് നല്ലതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു രീതി അതെല്ലാത്തിനും കാണുന്നത്. നമുക്ക് എങ്ങനെ നോക്കാൻ ഉസ്താദിൽ നിന്ന് അനുഭവിച്ച ആളുകളിൽ നിന്ന് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ നിസ്കാരം, നമ്മുടെ ദുആ, നമ്മുടെ കുടുംബം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഇടപെടൽ എല്ലാത്തിനും സുന്നത്തുകളെ കൊണ്ടുവരാൻ കഴിയുന്ന ഉറപ്പാണ്. ഓരോ വക്തിലും ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണോ അതിൽ ഉസ്താദ് ശ്രദ്ധിക്കുകയും ചെയ്തല്ലോ. ളുഹാൻ്റെ വക്ത് പോയാൽ ളുഹാനെ ഓർമ്മപ്പെടുത്തും, ജമാഅത്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞാലും സുന്നത്തുകൾ ഓർമ്മപ്പെടുത്തും. അങ്ങനെ ഒരു ഉസ്താദിൻ്റെ മരുമകൻ മരിച്ച സമയം അത് CH ഉണ്ടായിരുന്നു. അപ്പോൾ CH നമ്മുടെ നാട്ടിലെ മുദരിസായിരുന്നു, ഒരു സ്ഥലം വരുന്നു. അപ്പോൾ സ്വന്തം മോളെ ഭർത്താവ് മരണപ്പെട്ട ദിവസം അങ്ങനെ മയ്യത്ത് നിസ്കാരം പള്ളിയിൽ നിന്ന് കഴിഞ്ഞു. ഇനി ഖബറിങ്ങൾക്ക് പോകാം. ആ സമയത്ത് ഉസ്താദ് പറയാം, ദുഹ നിസ്കരിക്കാത്തൊരു നിസ്കരിച്ചു പോയിട്ടോ, സമയം കഴിഞ്ഞുകൊണ്ടാണ്. വല്ലാത്തൊരു കൽബന. ഈ നസീഹത്തിൻ്റെ കൽബ് അറിയുന്ന ശരിക്കും അതാണല്ലോ. അതെ, ഞാനൊരു ഉപദേശം നടത്തി എന്ന് വരുത്തലല്ല, ഒരാളെങ്കിലും ഒരു നല്ലത് ചെയ്യുന്നത് കാണാനൊരു പൂതി ആണല്ലോ. അങ്ങനെ ഇപ്പം നമ്മൾ നസീഹത്ത് ചെയ്യുകയാണെങ്കിൽ മറ്റൊരാളൊരു നന്മ ചെയ്യുന്നത് കാണാനൊരു ഇഷ്ടം, എന്നിട്ട് അവരത് പതിവാക്കുന്ന ആളായി മാറുക. ഈ റബീഉൽ ആഖിർ ഉസ്താദിൻ്റെ ഒരു ഇഷ്ടമാസമായിരുന്നു. റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ അങ്ങനെ റബീഉൽ അവ്വൽ പലപ്പോഴും മദീനയിലൊക്കെ പോയിരിക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ ഉസ്താദിന്.
റബിയുല്ലാഖർ ആയാലും ഉസ്താദ് ഇങ്ങനെ ഇത് നമ്മളെ ഷെയ്ഖുനാൻ്റെ മാസാണ് എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങും. കാരണം ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഈസ റളിയല്ലാഹുവിൻ്റെ ആണ്ടിൻ്റെ സമയമാണല്ലോ റബിയുല്ലാഖർ. പിന്നെ ജീലാനി തങ്ങളെ അതേ ദിവസവും വഫാത്തും അങ്ങനെ തന്നെയല്ലേ ചോദിച്ചു വന്നത്. ഒരു മുഹിയുദ്ദീൻ എന്ന പേര് എല്ലാ അർത്ഥത്തിലും ഓസുല്ലാന്നുമില്ലും നമ്മൾ കുറേ വായിച്ച് മനസ്സിലാക്കി, അത്തിപ്പരസ്ഥാന്ന് കുറേ കണ്ടും മനസ്സിലാക്കി. നമ്മളിപ്പോൾ നമ്മളെ നാട്ടിൽ അധിക പള്ളിയിലും നേരത്തെ ഒന്നും മഗ്‌രിബിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് കുറേ കാലം നമ്മൾ കണ്ടിട്ടേ അല്ലല്ലോ. ഒരു മൗത്തായിപ്പോയൊരു സുന്നത്ത് ഉസ്താദ് അങ്ങനെ ഹയാത്താക്കി മാത്രമല്ല, അത് ജനങ്ങൾ അങ്ങനെ കബൂലാക്കിയല്ലോ. അപ്പോൾ മിനിയാന്ന് അത്തിപ്പറ്റ അടുത്തുള്ളൊരു പള്ളിയിലാണ് മഗ്‌രിബ് നിസ്കരിച്ചത്. അവിടെ മഗ്‌രിബ് മുമ്പ് സുന്നത്തുണ്ട്, ശേഷം ദിക്റുകളുണ്ട്. അപ്പം എനിക്ക് ഉറപ്പായി ഇത് അത്തിപ്പരസ ഇടപെട്ടൊരു പള്ളിയാണ്. അവിടെ മഗ്‌രിബ് കഴിഞ്ഞ് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ തഹ്ലീലൊക്കെ ചൊല്ലി അതുവാ. നമ്മളെ സാധാരണ നോർമലി ഒരു പള്ളിയിലും അങ്ങനെയല്ല. ഉസ്താദ് ഇടപെട്ട എന്തെങ്കിലും സംഭവം അല്ലെങ്കിൽ ഉസ്താദുമായി ബന്ധമുള്ള ഒരാളുടെ ഇമാമാവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റിക്കാരനുണ്ടാവുക, അപ്പോഴേ ആ സുന്നത്ത് അവിടെ ഹയാത്താവും. പരപ്പങ്ങാടി ഭാഗത്തൊരു പള്ളിയിൽ മാരിയൂസ്കാക്കും കരപ്പാട് സുന്നത്ത് നിസ്കാരമാണ്. മഗ്‌രിബിൻ്റെ മുമ്പുള്ള ഖബരിയ 2 റക്അത്ത് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിൽ ഇവിടെ അത്തിപ്പറ്റസ്ഥാതൊക്കെ വന്നിട്ടുണ്ടാവും തോന്നിപ്പോയി വെറുതെ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് അവിടുന്ന് പിരിഞ്ഞു വരുമ്പോൾ അവിടുത്തെ ആൾക്കാരുമായി ഇങ്ങനെ സംസാരിച്ച് സലാം പറഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ മരിയുമ്പ് 2 റക്അത്ത് പതിവാണ് വെച്ചാൽ ആ മുമ്പ് ഒരു അത്തിപ്പറ്റസ്ഥതിൽ വന്നപ്പോൾ അവിടെ കയറിയിരുന്നു. അന്ന് ഉസ്താദ് പറഞ്ഞാണ്, പിന്നെ നിർത്തിയിട്ടില്ല. അപ്പം ഞാൻ മനസ്സിൽ കരുതിയ പോലെ തന്നെ സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഇങ്ങനെ ജീലാനി തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴേ 2 വിഭാഗത്തെ നമ്മൾ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ വിഭാഗം നാവ് കൊണ്ട് ദീന് പറയും, കൽബിലൊന്നും ഇല്ലാത്തൊരു വിഭാഗം. മൂന്നാമത് ജീലാനി തങ്ങളൊരു വിഭാഗത്തെ പറയുന്നുണ്ട്, കൽബും ബിലാ ലിസാൻ. നാവ് കൊണ്ട് അവർ കുറേ പറയൊന്നുമില്ല, പക്ഷെ അവരെ കൽബ് നിറയെ ദീനായിരിക്കും. അവരെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, ബസ്സറുഹു ബി ഉയൂബി നഫ്സിഹി വനവ്വറ ഖൽബഹു. അല്ലാഹു തആല കൽബൊക്കെ പ്രകാശിപ്പിച്ച, സ്വയം കുറവുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ അവസരം കൊടുത്ത് അത് പരിഹരിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു തലമുറ. അവരെ സംസാരം വളരെ കുറവാകും, പക്ഷേ അവരുടെ ജീവിതം, അവരുടെ കൽബ് നിറയെ ഈമാനാവും. ഈമാനിൻ്റെ സ്വഭാവമാണ്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചാൽ ആ ഗ്ലാസ് അങ്ങ് നിറഞ്ഞാൽ പിന്നെ പരിസരങ്ങളിലേക്ക് ഒഴുകുമല്ലോ. എന്ന പോലെ കൽബ് നിറയെ ഈമാനുള്ളവർ, കൽബിൽ നിന്ന് അവരുടെ അവയവങ്ങളിലൊക്കെ ഈമാൻ തന്നെ ആകും. അവരൊന്ന് തൊട്ടാൽ നന്നാവും, നോക്കിയാൽ നന്നാവും. ഈ ഷെയ്ഖു തറക്കീന്ന് അവരെ കുറിച്ച് ഉപയോഗിക്കുമല്ലോ, ഷെയ്ഖു തെർബിയയുടെയും മുകളിലല്ലേ. അതിപരിസാല് പലപ്പോഴും അങ്ങനെ പല മനുഷ്യന്മാരെയും ഒന്ന് തൊട്ടതിലും പിടിച്ചതിലൊക്കെ നന്നായ കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട്. എൻ്റെ സ്മരണികയിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. മദ്യപിച്ചൊക്കെ ലഹരിയൊക്കെ ഇരയായി പോയിരുന്ന ഒരാൾ അല്ലെങ്കിൽ സുന്നി സെൻറ്ററിൽ ഉസ്താദിനെ ഒരിക്കൽ കണ്ടിട്ടുള്ളൂ. പിന്നെയൊക്കെ കാണാൻ തന്നെ പൂതിയാകാൻ തുടങ്ങി. ഉസ്താദ് ഒരിക്കലെ കൈ പിടിച്ച് അങ്ങനെ സുന്നി സെൻറ്ററിലേക്ക് നടന്നു പോയതാണ്. പിന്നെ കാണാൻ തന്നെ പൂതിയാവാൻ തുടങ്ങി. അങ്ങനെ ആ മനുഷ്യൻ നന്നായി അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവക്കുറിപ്പ്, അദ്ദേഹത്തിൻ്റെത് മറ്റൊരാൾ എഴുതിയത് ഉസ്താദിൻ്റെ അനുസ്മരണ പതിപ്പിൽ കാണാൻ പറ്റി. നാലാമതൊരവസ്ഥ ഉണ്ട്. അവരെക്കുറിച്ച് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയുന്നത് അൽ മദ്ഉ ഫിൽ മലക്കൂതി ബിൽ അലീം എന്നാണ്. അള്ളാൻ്റെ അടുക്കൽ അലീം എന്ന പദവിയുള്ള ആളുകൾ, ഏറ്റവും ഉന്നതരായ മനുഷ്യർ. അവർ പറയും ചെയ്യും, ജീവിതത്തിലും ഉണ്ടാവും, ഇൽമും ഉണ്ട്, അമലും ഉണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം കൂടിയ മനുഷ്യന്മാർ. അതൊരു വലിയ മക്കാമാണ്. അത് വലിയ മക്കാം. അതിൻ്റെ മുകളിൽ പിന്നെ നുബുവത്തിൻ്റെ മക്കാമേ ഉള്ളൂ എന്നാണ് ജീലാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അവർ അള്ളാൻ്റെ അടുക്കൽ അലീം എന്നാണ് അറിയപ്പെടുന്നത് എന്ന് ഹദീസിൽ അങ്ങനെ ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മൻ തഅല്ലമ വഅല്ലമ വഅമില ദുഇയ ഫിൽ മലക്കൂതി അലീമാ. ആ അവസ്ഥയാണ് അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ. അപ്പോൾ ഈ രാത്രിയിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് കൽബിലെങ്കിലും ദീനം നിറഞ്ഞിരിക്കണം. അതായത് സ്വന്തം അഴിബുകൾ, കുറവുകൾ, വീഴ്ചകൾ കണ്ടെത്തി അതിങ്ങനെ ഒഴിവാക്കിയിട്ട് നല്ലതിങ്ങനെ നിറക്കാൻ കഴിയും. ഇതിപ്പോൾ എങ്ങനെ നോക്കിയാലും പുറത്തേക്ക് നോക്കി എല്ലാവരും അഴിബും കാണാം, നമ്മളെ അഴിബ് കാണുന്നില്ല. ഹദീസിലും ഇല്ലേ, മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് കാണാൻ പറ്റും, അവനവൻ്റെ കണ്ണിലെ മട്ടിലിനെ മറന്നു പോകുന്നൊരു ഹദീസ് ഉണ്ടല്ലോ. നമ്മളിത് കാണുന്നില്ല, അറിയുന്നില്ല. നമ്മൾ തെറ്റിലങ്ങനെ മുസ്ലിറായി പോവുകയാണ്, പക്ഷെ അത് അറിയുന്നില്ല. അതേസമയത്ത് മറ്റുള്ളവരതൊക്കെ എന്തെങ്കിലും ചെറുത് കാണുമ്പോഴേക്ക് വലിയ തെറ്റുപോലെ കാണുന്നു. അത് ഒരു പരിഹാസ രൂപത്തിൽ, അവഹേളിക്കുന്ന രൂപത്തിൽ അത് പരസ്യപ്പെടുത്തുന്നു. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു എന്ന് പറയാൻ പോലും അത്തിപ്പരസ പലപ്പോഴും സമ്മതിച്ചിരുന്നില്ലല്ലോ. അതൊരു സിറുകൾ അങ്ങനെ സൂക്ഷിച്ചിരുന്ന ഒരു സ്വഭാവസ്ഥ അതിലുണ്ടായിരുന്നു.
ഞാൻ മാത്രമല്ല സമൂഹത്തിൽ നടക്കുന്ന തിന്മകളെ കുറിച്ച് പോലും പറയുമ്പോൾ ഉസ്താദിനൊരു വലിയ സൂക്ഷ്മതകളുണ്ടായിരുന്നു. ഒരു സദസ്സിൽ വെറുതെ ഒരു ഹിക്കായത്തൻ എന്ന നിലക്ക് ഈ ഫാഹിഷത്ത് കേൾപ്പിക്കാതിരിക്കുക. അതെ അതെ അതെ. ഇപ്പോൾ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതാണ് ചില ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ അവിടെ നടക്കുന്ന ഇവിടെ നടക്കുന്ന ഒരുപാട് തെറ്റുകൾ ഇങ്ങനെ പറയും. അതെ അതെ. ഇതൊക്കെ നല്ല സദസ്സിൽ എന്തിനാണ് കേൾപ്പിക്കുന്നത് അതെ അതെ എന്നാണ് ഉസ്താദിൻ്റെ ശൈലിയാണ്. അതെ അതെ. ഇതാരും നന്നായി ഉസ്താദിനെ പഠിച്ചാൽ തന്നെ ജീവിതം നമുക്ക് നന്നാക്കാൻ കഴിയും. നമ്മളിങ്ങനെ ഇബ്നു ഉമർ തങ്ങളെ കുറിച്ച് കേൾക്കാറുണ്ടായിരുന്നുള്ളൂ. ഈ അത്തിപരിസ്ഥാനെ കാണുമ്പോൾ ഇബ്നു ഉമർ തങ്ങളൊക്കെ എങ്ങനെയാവുമെന്ന് അത്ഭുതപ്പെട്ടു പോകാം. സുന്ന. അതെ അതെ. കാരണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉസ്താദ് സുന്നത്തിനെ മാറ്റി വെച്ചിട്ട് ഒന്ന് ശൈലിയിലോ സംസാരത്തിൽ പോലും ഇല്ലല്ലോ. അത് ജനങ്ങൾക്കിടയിൽ മാത്രമല്ല, അതെ, അത് ഒറ്റക്കാവുമ്പോഴും അങ്ങനെ തന്നെ. അതെ. ഒരു ആയിരങ്ങളെ സദസ്സുകൾ നസീഹത്തിൻ്റെയും ശൈലി ഒരാളോട് ഒറ്റക്ക് നൽകുന്ന സമയത്ത് നസീഹത്തിൻ്റെ ശൈലി മാറ്റങ്ങളില്ല. അതെ അതെ തീർച്ചയായും.